ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഓറഞ്ച് ഫേസ് പാക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഓറഞ്ച് ഫേസ് പാക്കിൻ്റെ ഗുണം എന്താണെന്നോ, ഓൾ സ്കിൻ ടൈപ്പിനും ഓൾ ഏജ് ഗ്രൂപ്പിനും കേട്ടോ. അതിപ്പോൾ കൗമാരക്കാർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലേ, മുഖക്കുരു, അതുപോലെ വെയിലേറ്റ് സ്കിന്ന് ഡാർക്ക് ആകുക, ചിലവരുടെ സ്കിൻ ചുമക്കും, സെൻസിറ്റീവ് സ്കിൻ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കൗമാരക്കാർക്ക്. അത് കഴിഞ്ഞ് നമ്മളൊരു യുവാക്കളും യുവതികളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വേറെ ഒത്തിരി പ്രശ്നങ്ങൾ അല്ലേ. പിന്നെ പ്രായമായി കഴിയുമ്പോൾ വേറെ ഒത്തിരി സ്കിൻ തൂങ്ങുന്നു, സ്കിൻ ചുളിയുന്നു, പാട് വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എൻ്റെയൊക്കെ ഏജിലുള്ളവരുടെ പ്രശ്നങ്ങൾ അതാണ്. അപ്പോൾ ഇതെല്ലാ ഏജിലുള്ളവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ഓറഞ്ച് ചേരും കേട്ടോ. അതാണ് ഈ ഓറഞ്ചിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഓറഞ്ചിൽ എന്ന് പറയുമ്പോൾ നിറയെ വൈറ്റമിൻ സി ആണല്ലേ. നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഓറഞ്ചാണ്. അതോടൊപ്പം തന്നെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും ഡാർക്ക് സ്പോട്ട് പോകുന്നതിനും പിന്നെന്താ നമ്മുടെ സണ്ണിൽ നിന്ന് ഏൽക്കുന്ന ഡാമേജ് പോകുന്നതിനും എല്ലാത്തിനും ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് വെച്ച് ഞാൻ 2 ഫേസ് പാക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. ആഴ്ചയിൽ 1-2 പ്രാവശ്യം, അതിൽ കൂടുതൽ വേണ്ട. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന എല്ലാ ദിവസവും പാക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട മുഖം ക്ലെൻസ് ചെയ്യുക, മോയ്സ്ചറൈസർ ചെയ്യുക. പിന്നെ നമ്മൾ അത്യാവശ്യം നിങ്ങൾ വെയിലത്തൊട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാം. ചെറിയ പിള്ളേർക്ക് വളരെ മൈൽഡായിട്ടുള്ള സൺസ്ക്രീനുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിലുപരി ഈ ബേബി ലോഷനിലൊക്കെ ഓൾറെഡി അതിനകത്തും നമ്മുടെ സണ്ണ് ഡാമേജിന് എതിരായിട്ടുള്ളതൊക്കെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അത് കാരണം കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് എല്ലാ ദിവസവും പാക്ക് ഇടേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സ്കിന്ന് താങ്ങില്ല. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങൾ വരും. അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ പറയുന്നത് ഓറഞ്ച് നന്നായിട്ട് കഴുകുക. ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സ്കിന്ന് പൊളിച്ച് കളയുന്ന ഓറഞ്ച് അല്ല കേട്ടോ. ഇങ്ങനെ സ്കിന്ന് ഒരു നല്ല പീല് ചെയ്യാൻ ഇച്ചിരി ഇതുള്ളത് നമ്മുടെ മുസമ്പി പോലെയുള്ള വേറെ ഓറഞ്ച്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനത്തെ ഓറഞ്ചാണ് നമുക്ക് ഈ ഒരു പാക്കിന്, ഞാൻ ഈ ആദ്യം പറയുന്ന പാക്കിന് നല്ലത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നോ, അത് ആ സ്കിന്നോട് കൂടി. അപ്പോൾ സ്കിന്നോട് കൂടി എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം വൃത്തിയായിട്ട് കഴുകണം. എങ്ങനെയെല്ലാം വൃത്തിയായി കഴുകാവോ അങ്ങനെ എല്ലാം കഴുകണം. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ചൊറിയും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു കഷ്ണം 4 മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു കഷ്ണം ഓറഞ്ച് എടുക്കുക, സ്കിന്നോട് കൂടി കേട്ടോ, തൊലിയോട് കൂടി ഒരു കഷ്ണം ഓറഞ്ച് എടുക്കുക. പിന്നെ പാലിൽ വേവിച്ച ഓട്സ് കേട്ടോ. ഇനി പാലില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾക്ക് ഓട്സ് വേവിച്ചതെടുക്കാം. ഇനിയിപ്പോൾ വേവിക്കാൻ മടിയുള്ളവർക്ക് നിങ്ങൾ ഓട്സ് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചാകുമ്പോൾ നമുക്ക് നന്നായിട്ടത് ഉടച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് ഒരു കഷ്ണവും 2-3 സ്പൂൺ പിന്നെ ഓട്സ് വേവിച്ചതും കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 സ്പൂൺ തേൻ ഒഴിക്കാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ പാക്ക്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. തേൻ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെ സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ ഇമ്പ്യൂരിറ്റീസും പോകും. അതുപോലെ സുഷിരങ്ങളൊക്കെ ടൈറ്റാകും. പിന്നെ പാടുകൾ പോകുന്നതിനും, ഇനി കുട്ടികളെ സംബന്ധിച്ച് മുഖക്കുരുവുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. സണ്ണിൽ നിന്നുള്ള ഡാമേജ് പോകുന്നതിനും എല്ലാത്തിനും തേൻ നല്ലതാണ് അല്ലേ. ഇനി ഓട്സിൽ എന്തൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കണേന്ന് നോക്കാം നമുക്ക്. അത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്. പിന്നെ ഞാൻ മുന്നേ 2 പറഞ്ഞ ഇൻഗ്രീഡിയൻസിലുള്ളതുപോലെ തന്നെ നമ്മുടെ സുഷിരങ്ങളൊക്കെ ക്ലീൻ ആവുന്നതിന് എക്സ്ഫോലിയേഷൻ കേട്ടോ, അതാണ് അതിൻ്റെ വാക്ക്. പിന്നെ നല്ല ഒന്നാന്തരം പിന്നെ B1-ഉം B2-ഉം ഈ വൈറ്റമിൻ ഇയും സിയും സിങ്കും ഒക്കെ അടങ്ങിയിരിക്കുന്നതിനോട് നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ പോകുന്നതിനും കറുത്ത പാടുകൾ വന്നത് പോകുന്നതിനും വരാതിരിക്കുന്നതിനും എല്ലാത്തിനും നല്ല ഒന്നാന്തരം ഒരു റെമഡിയാണ് ഓട്സ് കേട്ടോ. ഓട്സിൻ്റെ ഞാൻ ഇതിന് മുന്നും പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓട്സ്, അപ്പോൾ അതാണ് നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റും എടുത്ത് പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയണോ? ഒന്നും കൂടെ പറയാമല്ലേ. അപ്പോൾ ഓറഞ്ച് 4 മുറിച്ച് അതിലേക്ക് ഒരു കഷ്ണവും വേവിച്ച ഓട്സും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഹണി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക. 15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് മാറ്റാം. ഓക്കെ, ആഴ്ചയിൽ 1 ദിവസമാണ് ഈ പാക്ക് ഇടേണ്ടത്. ഓൾ സ്കിൻ ടൈപ്പിനിടാം, ഓൾ ഏജ് ഗ്രൂപ്പിനിടാം കേട്ടോ. അതാണ് ആദ്യത്തെ പാക്ക്.
ഇനി ഒരു പാക്കും കൂടെ ഞാൻ പറയാം. ഇതിന് നമുക്ക് ബനാനയാണ് വേണ്ടത് കേട്ടോ. ബനാന നേന്ത്രപ്പഴം നല്ലോണം പഴുത്തത്, നല്ല ആ സ്കിന്നൊക്കെ ഇങ്ങനെ കറുത്ത് വരുമ്പോൾ നമ്മൾ കളയുന്ന ഒരു സ്റ്റേജ് ആവുമല്ലോ. ആ സ്റ്റേജിൽ വരെ വെക്കണമെന്നല്ല ഞാൻ പറയണത്. നന്നായിട്ട് പഴുത്ത ബനാന, അല്ലെ നമ്മുടെ പാളയംകുടം പഴമായാലും മതി, പൂവമ്പഴമായാലും മതി, റോബസ്റ്റോ ആയാലും മതി കേട്ടോ. ഏത് ബനാന ആയാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് സ്പെഷ്യൽ ഇഷ്ടം പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം എന്ന് പറയണ അതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട്. ഈ പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് നമ്മുടെ ദേഹത്ത് സ്കിന്നൊക്കെ വല്ലാണ്ട് ഡ്രൈ ആവുകയും അതുപോലെ തന്നെ കറുത്ത് സ്കിന്നിലൊക്കെ കറുത്ത പാടുകൾ വരുന്നത് ഈ പൊട്ടാസ്യം കുറയുമ്പോഴാണ് കേട്ടോ. അതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പോൾ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൂടെ തന്നെ B6 വൈറ്റമിൻ സിയും ബിയുടെ ഒത്തിരി വൈറ്റമിൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടും നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഈ പൊട്ടാസ്യം ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ബനാന പേസ്റ്റ് എപ്പോഴും നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ കുറച്ച് ഏജൊക്കെ ആയി ഒരു 50 വയസ്സിനൊക്കെ ശേഷമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ചെയ്യാം. അതേസമയം മറ്റ് പിള്ളേർ അധികം പ്രായമാവാത്ത 40 വയസ്സിന് താഴെയൊക്കെ ഉള്ളവർക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ സ്കിന്നിൽ എപ്പോഴും പാക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ബനാന പേസ്റ്റാണ് ഇതിന് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസാണ്. അതിപ്പോൾ നമ്മൾ സാധാരണ വാങ്ങണ ഓറഞ്ച് എടുക്കാം കേട്ടോ. മറ്റേ ഓറഞ്ച് വേണമെന്നില്ല. അപ്പോൾ മറ്റേ ഓറഞ്ചാണെങ്കിൽ അത് പിഴിഞ്ഞ് നമുക്ക് ജ്യൂസ് എടുക്കാം. ജ്യൂസ് ഒഴിക്കുക. പിന്നെ നമുക്ക് തേൻ ഒഴിക്കുക. 1/2 സ്പൂൺ തേൻ ഒഴിക്കുക, 1/2 സ്പൂൺ തൈര് ഒഴിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബനാന പേസ്റ്റ് വേണം. അപ്പോൾ ബനാന പേസ്റ്റ് എടുക്കുമ്പോഴേ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്തുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അത് നമുക്ക് പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. പിന്നെ ഈ ആഴ്ചയിൽ 1 ദിവസം ഉപയോഗിക്കുന്നവർക്ക് വെക്കാതിരിക്കാൻ നല്ലത്. വല്ലാണ്ട് അങ്ങ് കറുത്തു പോകുമല്ലോ. അപ്പോൾ നമുക്കത് ഇഷ്ടം തോന്നില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെ 2 ദിവസമൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നവർ ബനാന പേസ്റ്റാക്കി നിങ്ങൾ വെച്ചോളൂ. അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ പേസ്റ്റാക്കിയ ബനാനയിലേക്കാണ് നമ്മൾ ഓറഞ്ച് ജ്യൂസും 1 സ്പൂൺ ഒഴിക്കുന്നത്. തൈര് നമ്മൾ 1 സ്പൂണോ 1/2 സ്പൂണോ ഇങ്ങനെ കട്ട തൈര് കേട്ടോ, വെള്ളമുള്ള തൈര് വേണ്ട. പിന്നെ ഹണിയും 1/2 സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുന്നു. ഞാൻ രണ്ടാമതും പറയുന്നത് എന്താണെന്നോ, ആദ്യം വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്ന് ഓർത്താണ്. അപ്പോൾ ഈ 2 പാക്കുമാണ് ഞാൻ നിങ്ങൾക്ക് ഓറഞ്ച് പാക്കായിട്ട് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.